അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം? ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എങ്ങനെയെല്ലാമാണ് നടത്തുന്നതെന്ന് എന്ന കാര്യമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് എത്ര തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എത്ര തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലാദ്യത്തെ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ്? 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, രണ്ടാമത്തെ ക്യാപിറ്റാലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്നാമത്തെ മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഒന്നാമത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി. രണ്ടാമതായി പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി. മൂന്നാമതായി പറയുന്നത് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ആദ്യം നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും അതുപോലെ തന്നെ നിയന്ത്രണത്തിലുമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഉപാധിയിലും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഉടമസ്ഥതയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ആദ്യത്തെ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതിലെന്താണ്? ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും അതുപോലെ ഉടമസ്ഥതയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. രണ്ടാമതായി പറയുന്നത് ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത പറയുന്നത് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ? അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുക, വാക്കിൽ തന്നെ അതിൻ്റെ ആൻസറും ഉണ്ട് അല്ലേ? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും, അതായത് ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും നിയന്ത്രണത്തിലും അതുപോലെ അവരുടെ ഉടമസ്ഥതാവകാശത്തിലും നിയന്ത്രണത്തിലും അതുപോലെ ഉടമസ്ഥതയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് എക്കോണമി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലും ഉടമസ്ഥയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാണത്? ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. രണ്ടാമത് പറഞ്ഞു ക്യാപിറ്റാലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലും അതുപോലെ അവരുടെ ഉടമസ്ഥയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി അഥവാ അല്ലെങ്കിൽ ക്യാപിറ്റാലിസ്റ്റ് എക്കോണമിക്ക് വേറൊരു പേരും കൂടിയാണ് മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയും. പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. കമ്പോള സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി അതുപോലെ തന്നെ മാർക്കറ്റ് എക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ രണ്ടും ഉണ്ടായിരിക്കും. ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ്. ഇനി നമ്മൾ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പം നമ്മൾ
സംഘാടനത്തിൽ നമ്മൾ പറയുന്നത് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായി പറയുന്നത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അല്ലേ. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഇപ്പം ഈ സംഘാടനത്തിൽ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ചുരുക്കി നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പം നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്തൊക്കെയാണ്? എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ, എന്തുൽപാദിപ്പിക്കണം, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം അല്ലേ. ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ മേഖലയിലും എങ്ങനെയാണ് ഓരോ ഈ 3 സമ്പദ് വ്യവസ്ഥയിലും എങ്ങനെയാണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അഥവാ സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലേ. എന്താ ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമ്പദ് നമ്മളിപ്പോൾ മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അത് തന്നെയാണ് എന്ത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏത് തന്നെയാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ തന്നെയാണ് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ എന്നീ സാമ്പത്തിക പ്രശ്നങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റിയാണ്. എന്താണ്? പ്ലാനിംഗ് അതോറിറ്റി അഥവാ ഗവൺമെൻറ് ആണ്. അപ്പോൾ ആദ്യത്തെ സമ്പദ് വ്യവസ്ഥ നമ്മൾ പറഞ്ഞു എന്താണ്? കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലാനിംഗ് അതോറിറ്റി അഥവാ ഗവൺമെൻറ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് നമ്മൾ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രശ്നങ്ങൾ, ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ പ്ലാനിംഗ് അതോറിറ്റി അഥവാ ഗവൺമെൻറ് ആണ്. അപ്പോൾ രണ്ടാമതായി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയും. മാർക്കറ്റ് എക്കോണമി, ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയും. ഈ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനമാണ്. എന്താണ്? വില സംവിധാനമാണ്. അപ്പോൾ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റാലിസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയുന്ന ഈ സമ്പദ് വ്യവസ്ഥയിൽ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 കാര്യങ്ങളാണ് നമ്മളെ കാതലായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ പ്രശ്നങ്ങൾ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വില സംവിധാനമാണ്. ഏതാണ്? വില സംവിധാനമാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമി. അപ്പോൾ ഈ മിക്സഡ് എക്കോണമിയിൽ എന്തായിരിക്കും? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ മിക്സഡ് എക്കോണമി ഞാൻ പറഞ്ഞു. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ളതും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് എന്ത് പറയുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. രണ്ടും ഉണ്ടായിരിക്കും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥ ഉണ്ടാവും, അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുമുള്ള അവരുടെ നിയന്ത്രണത്തിൽ രണ്ടും കൂടിയതായിരിക്കും ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അഥവാ മിക്സഡ് എക്കോണമിയിൽ ഈ ഇത് പരിഹരിക്കുന്നത്, മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമിയിൽ ഈ നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ്? സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖലയിലും കൂടി വില സംവിധാനവും അതുപോലെ പ്ലാനിംഗ് അതോറിറ്റിയും കൂടെ ചേർന്നിട്ടായിരിക്കും. എന്താണ്? പ്ലാനിംഗ് അതോറിറ്റി അതുപോലെ തന്നെ വില സംവിധാനം രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് എന്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന ഭാഗത്ത് നമ്മൾ പറയുന്നത്. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ്. ഏതാണ്? ഒന്നാമത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ സംഘാടനത്തിൽ നമ്മൾ പറയുന്നത് ഈ 3 നമ്മൾ സാമ്പത്തിക അടിസ്ഥാന സാമ്പത്തിക ആദായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച 3 പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? പ്ലാനിംഗ് അതോറിറ്റിയാണ്. എന്നാൽ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മാർക്കറ്റ് എക്കോണമി, ഈ മാർക്കറ്റ് എക്കോണമിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ്? വില സംവിധാനമാണ്. മൂന്നാമത്തത് പറഞ്ഞു മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനവും അതുപോലെ തന്നെ പ്ലാനിംഗ് അതോറിറ്റിയാണ്. ഇത്രയാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന ടോപ്പിക്കിൽ നമ്മൾ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥകൾ എത്ര തരത്തിലുണ്ടെന്നാണ് പറഞ്ഞ്? 3 തരത്തിലാണ് സമ്പദ് വ്യവസ്ഥകളുള്ളത്. ഒന്ന് സോഷ്യൽ സമ്പദ് വ്യവസ്ഥ, രണ്ടാമത് ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥ, മൂന്നാമത് മിക്സഡ് സമ്പദ് വ്യവസ്ഥ. പിന്നെ അതിൽ തന്നെ നമ്മൾ ഈ 3 സമ്പദ് വ്യവസ്ഥയിലും എങ്ങനെയെല്ലാമാണ് നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നാണ് ഈ ആസൂത്രണം നമ്മൾ ഇതുകൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സംഘാടനങ്ങൾ 3 എണ്ണത്തിലും എങ്ങനെയെല്ലാം നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേന്ദ്രീകൃതമായ ആസൂത്രണം സോഷ്യൽ സമ്പദ് വ്യവസ്ഥയിൽ അത് ആരാണെന്നാ പറഞ്ഞത്? അത് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥ, അത് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനമാണ്. മൂന്നാമതായി പഠിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനവും പ്ലാനിംഗ് അതോറിറ്റിയും കൂടെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്.